ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിൻ ദയയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിൻ ദയയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. മരുഭൂമിയിൽ വെച്ചുണ്ടായ കർത്താവിൻ്റെ രൂപാന്തരത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ദിവസമാണ് ഇന്ന്. ദാവീദ് പ്രാർത്ഥിക്കുന്നത് യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. സങ്കീർത്തനം 27:4. യഹോവയുടെ മനോഹരത്വം കാണുക എന്നത് ദാവീദിൻ്റെ ആഗ്രഹമായിരുന്നു. മരുഭൂമിയിൽ വെച്ച് കർത്താവിൻ്റെ മനോഹരത്വം ദർശിച്ചവരാണ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നീ ശിഷ്യന്മാർ. കർത്താവിൻ്റെ മനോഹരത്വം ദർശിച്ച യോഹന്നാൻ്റെ സാക്ഷ്യമാണ് യോഹന്നാൻ 1:14. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ഏകനായി പത്മോസ് ദ്വീപിൽ കഴിഞ്ഞ് യോഹന്നാൻ ആത്മവിവശതയിൽ കർത്താവിനെ കണ്ടു. വെളിപ്പാട് 1:9 മുതലുള്ള വാക്യങ്ങൾ. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും, അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോട് പ്രകാശിക്കുന്നത് പോലെയും ആയിരുന്നു എന്നാണ് യോഹന്നാൻ പറയുന്നത്. ക്രിസ്ത്യാനികളെ അറസ്റ്റ് ചെയ്യുവാനായി ദമസ്കോസിലേക്ക് പോയ ശൗൽ ദൈവമഹത്വം ദർശിച്ചത് ആകാശത്ത് നിന്ന് തൻ്റെ ചുറ്റും മിന്നിയ വലിയ വെളിച്ചമായിട്ടായിരുന്നു. ഈ ദർശനം ശൗലിനെ രൂപാന്തരപ്പെടുത്തി. അവൻ പൗലൂസായി, കർത്താവിൻ്റെ സാക്ഷിയായി. മഹത്വം ദർശിച്ച യെശയ്യാവ് പറയുന്നത്, അയ്യോ ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതരമുള്ള മനുഷ്യൻ. യെശയ്യാവ് 6:5. മഹത്വ ദർശനമാണ് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത്. ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന മഹത്വ ദർശനത്തിനായി നമുക്കും പ്രാർത്ഥിക്കാം. മഹത്വ ദർശനം നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നു. ജനങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന കർത്താവിൻ്റെ ചോദ്യത്തിന് പത്രോസ് നൽകിയ മറുപടി, ചിലർ യോഹന്നാൻ സ്നാപകനെന്നും ചിലർ ഏലിയാവെന്നും ചിലർ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു എന്നായിരുന്നു. തുടർന്ന് കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്കാരാണ്? പത്രോസിൻ്റെ മറുപടി, നീ ദൈവത്തിൻ്റെ ക്രിസ്തു എന്നായിരുന്നു. ലൂക്കോസ് 9:20. കർത്താവിനോട് കൂടിയുള്ള ജീവിത അനുഭവങ്ങളാണ് ഈ വിധത്തിൽ പത്രോസിനെ കൊണ്ട് പറയിച്ചത്. അവരുടെ ഈ വിശ്വാസത്തെ ഒന്നുകൂടി ഉറപ്പിക്കുന്നതായിരുന്നു മറുരൂപമലയിലെ അനുഭവം. പത്രോസും യാക്കോബും യോഹന്നാനും മറുരൂപമലയിൽ വെച്ച് മഹത്വ ദർശനം കണ്ടു. മേഘത്തിൽ നിന്നുണ്ടായ ഒരു ശബ്ദവും അവർ കേട്ടു. ദൈവത്തിൻ്റെ ക്രിസ്തു എന്ന് നിങ്ങൾ സാക്ഷിച്ച ഈ യേശു എൻ്റെ പ്രിയപുത്രൻ ആകുന്നു, ഇവന് നിങ്ങൾ ചെവി കൊടുക്കണമെന്നായിരുന്നു ആ ശബ്ദം. ലൂക്കോസ് 9:35 വാക്യം. അതായത് യേശു ദൈവത്തിൻ്റെ പുത്രൻ തന്നെ എന്നുള്ള ഉറപ്പാണ് മരുഭൂമിമലയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ലഭിച്ചത്. അത് അവരുടെ വിശ്വാസത്തെ ഉറപ്പിച്ചു. വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയും ശത്രു ഭയപ്പെടുത്തുകയും ചെയ്യുമ്പോൾ പതറിപ്പോകാതെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് നിൽക്കണമെങ്കിൽ മഹത്വ ദർശനം ലഭിച്ചേ മതിയാകൂ. കഷ്ടതകളെ ധൈര്യത്തോടെ അഭിമുഖീകരിക്കുവാൻ നമ്മെ ഒരുക്കുന്നത് മഹത്വ ദർശനമാണ്. മരുഭൂമിമലയിലെ അനുഭവത്തെ തുടർന്ന് ഇറങ്ങി വരുന്ന കർത്താവിൻ്റെയും ശിഷ്യന്മാരുടെയും മുൻപിൽ ചന്ദ്രരോഗിയായ മകനെയും കൊണ്ടുവരുന്ന പിതാവിൻ്റെ പരാതി, ഇവിടെ ഉണ്ടായിരുന്ന നിൻ്റെ ശിഷ്യന്മാർക്ക് എൻ്റെ മകനെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല. മഹത്വ ദർശനം ലഭിക്കാതിരുന്ന ശിഷ്യന്മാർ ദുരാത്മാവിൻ്റെ മുൻപിൽ പരാജയപ്പെട്ടു. ലൂക്കോസ് 9:40. കർത്താവ് ചന്ദ്രരോഗിയായ മകന് സൗഖ്യം നൽകി.
എന്നാൽ മരുഭൂമലയിൽ ലഭിച്ച മഹത്വ ദർശനം തുടർന്ന് ശിഷ്യന്മാർക്ക് കഷ്ടതകളെ അഭിമുഖീകരിക്കുവാനുള്ള ധൈര്യം നൽകി. സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൽ വെച്ച് അമ്മയുടെ ഗർഭം മുതൽ വിടന്തനായ മനുഷ്യൻ്റെ മുൻപിൽ നിൽക്കുന്ന പത്രോസ് പറയുന്നത്, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. ഐ ഗിവ് യു വാട്ട് ഐ ഹാവ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് റൈസ് അപ്പ് ആൻഡ് വാക്ക്. ഈ രോഗബന്ധനത്തിൻ്റെ മുൻപിൽ ശിഷ്യന്മാർ പരാജയപ്പെട്ടില്ല. മഹത്വ ദർശനം കഷ്ടതയുടെ മുൻപിൽ പതറിപ്പോകാതെ നിൽപ്പാനുള്ള ധൈര്യം അവർക്ക് നൽകി. ഇന്ന് നാമും അനേക പ്രതിസന്ധികളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. രോഗബന്ധനത്തിൽ കൂടിയും യുദ്ധസാഹചര്യങ്ങളിൽ കൂടിയും ഒക്കെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കഷ്ടതയുടെ മുൻപിൽ പതറാതെ നിൽപ്പാൻ നമുക്ക് ഈ മഹത്വ ദർശനം ആവശ്യമാണ്. മഹത്വ ദർശനം നമ്മുടെ പ്രത്യാശയെ ഉറപ്പിക്കുന്നു. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും എന്നതാണ് നമ്മളുടെ പ്രത്യാശ. 2 കൊരിന്ത്യർ 3:18 വാക്യം. ഫിലിപ്പിയർ 3:21 പറയുന്നത് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുമെന്ന. കർത്താവിനുണ്ടായ രൂപാന്തര അനുഭവം നാമും അനുഭവമാക്കേണ്ടുന്നവരാ. അതായത് നാമും കർത്താവിനെ പോലെ ആയിത്തീരുന്ന അനുഭവം. അഥവാ ഈ ദ്രവത്വമുള്ള ശരീരം അദ്രവത്വമുള്ള ശരീരത്തെയും മർത്യമായ ശരീരം അമർത്യമായ ശരീരത്തെയും ധരിക്കുന്ന അനുഭവം. ഈ പ്രത്യാശയുടെ ഉറപ്പാണ് കർത്താവിൻ്റെ രൂപാന്തരമലയിലെ അനുഭവം. കർത്താവെ, നിൻ്റെ മനോഹരത്വം കാണുവാനും എൻ്റെ ആയുഷ്കാലമൊക്കെ യഹോവയുടെ ആലയത്തിൽ പാർപ്പാനും എന്നെയും ഒരുക്കണമേ. ആമേൻ. വൻ പാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. വൻ പാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. നിന്നിതരാമെന്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകനാക്കിയല്ലോ. നിന്നിതരാമെന്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകനാക്കിയല്ലോ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ